നല്ല സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുത്താലും അത് അവിലും ക്യാരറ്റും വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്, അത് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അവിലൊന്ന് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. വളരെ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ മൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയും ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള, അതും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് തുരുവിയെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂണാണ് കടലമാവ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. ഇതുവരെ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാദാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അവിലിൽ നമ്മൾ ചേർത്ത ക്യാരറ്റും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെയും ഒക്കെ ടേസ്റ്റ് അതിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. നമുക്ക് ഈ പാകത്തിൽ കുറച്ച് വെള്ളം ചേർക്കാതെ ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് വട തട്ടില്ലേ, അതേപോലെ നമുക്ക് തട്ടിയെടുക്കാം. കൂടുതൽ നല്ല ടൈറ്റാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് വടക്ക് നമ്മൾ എങ്ങനെയാണോ തട്ടിയെടുക്കുന്നത് അതേപോലെ നമുക്ക് തട്ടിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് തട്ടിയെടുക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ അവിലും ക്യാരറ്റും വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഒരു 4 മണി സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അവിൽ ക്യാരറ്റ് വട ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒന്ന് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ നമുക്ക് ടേസ്റ്റുള്ള ഒരു വട റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു വടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മുരിയിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകുന്നില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്തും കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വട ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഒന്ന് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി
ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. നല്ലതുപോലെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു വടയാണ്. ബാക്കിയുള്ള വട കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റ് ഇല്ല എങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതായാലും മതി. അപ്പോൾ നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ അവിൽ വട. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അത് നമ്മൾ കയ്യിലിട്ട് ഞെരടുമ്പോൾ നല്ല പോലെ ക്രിസ്പി ആയിട്ടും നല്ല പൊടിഞ്ഞ് വരും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളും നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.